ഒരു 5:30 മണിയോടെ ആട്ടോ ഞാൻ ഇക്കാക്കിയും പുറത്തേക്ക് ഇറങ്ങുന്നത്. പോണ വഴിക്ക് നിച്ചിനും പൊക്കിയിട്ട് ഒറ്റ പോക്കായിരുന്നു. എങ്ങോട്ടാന്നല്ലേ, നമ്മുടെ മെറൈൻ ഡ്രൈവിൽ പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത് നമ്മുടെ ധൂം തിയേറ്ററിലേക്ക്. ഞാൻ വളരെയധികം എക്സൈറ്റഡ് ആൻഡ് ക്യൂരിയസ് ആയിട്ട് ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട് വേറെ ഒന്നും കൊണ്ടിട്ടല്ല, എനിക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ടിക്കറ്റ് എടുക്കാൻ കൗണ്ടറിലേക്ക് കയറി 100 rupees ആയിരുന്നു പെർ പേഴ്സൺ വന്നിട്ടുണ്ടായിരുന്നത്. ടിക്കറ്റൊക്കെ കിട്ടി നേരെ ചെന്നതും കാണുന്നത് നമ്മുടെ ഡിനോസസ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ളൊരു മിനി പാർക്കാണ്. നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ചെല്ലുമ്പോൾ കാണുന്നത് നമ്മുടെ റോബോട്ട്സ് ആണ്, ഹ്യൂമൻ റോബോട്ട്സ് ആണ്. ഭയങ്കര ക്യൂരിയസ് ആയിട്ടാണ് ഞാൻ നോക്കിയിരുന്നത് ഇതൊക്കെ. അപ്പോൾ പിന്നെ കുട്ടികളുടെ കാര്യം പിന്നെ പറയണോ. അത് കഴിഞ്ഞ് നേരെ ചെന്നത് നമ്മുടെ 360 സൂപ്പർ വെർച്വൽ റിയാലിറ്റി എക്സ്പോയിലേക്കാണ്. ഞാൻ കുറേ നേരം അതിൻ്റെ ഉള്ളിൽ കയറാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറിയതും ഇറ്റ് വാസ് എ മാജിക്കൽ വേൾഡ് എന്ന് പറയുന്ന പോലെ ഒന്നും പറയാനില്ല. AI ക്രിയേറ്റ് ചെയ്ത ഒരു ലൈവ് എക്സ്പോ ആയിരുന്നു. ഇതുവരെയായിട്ടും പോവാത്തവർ, എക്സ്പീരിയൻസ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് പോയിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമാണ്. ഞാൻ ആ ഒരു വേൾഡിൽ കൂടെ പോണൊരു ഫീലിംഗ് ആയിരുന്നു എനിക്കുണ്ടായിരുന്നത്. ഞാൻ വളരെയധികം എൻജോയ് ചെയ്തൊരു മൊമെൻ്റ് ആയിരുന്നു കേട്ടോ. ഞാൻ ഒരുപാട് എൻജോയ് ചെയ്ത ആ ഒരു ലൈവ് എക്സ്പോയിൽ. പക്ഷെ അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കപ്പെട്ടത്. എന്താണെന്നല്ലേ, കണ്ടോ ഓരോ റിയാക്ഷനിലാണ് നിൽക്കുന്ന എന്താണ്, അതെ നിച്ചു എന്താല്ലേ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് എക്സ്പോ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങി വന്നതും കുഞ്ഞു ഷോപ്സ് ഒക്കെ ആട്ടോ കണ്ടത്. അവിടെ കുറേ ഫുഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ സ്പെഷ്യൽ പിക്കിൾസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴേക്കും മിക്കാക്കി നിച്ചും കൂടി ഏതൊക്കെയോ വലിച്ചു വാരി തിന്നുന്നുണ്ടായിരുന്നു. അതിൻ്റെ റിസൾട്ട് നാളെ അറിയാം. എന്തോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇവർ കുറച്ച് ഗെയിംസ് ഒക്കെ ട്രൈ ചെയ്തു. എന്തിനോ വേണ്ടി തിളക്കുന്ന സാമ്പാർ എന്ന പോലെ ഒരു കാര്യം ഉണ്ടായില്ല. മൂഞ്ചി കൊത്തിയിരിക്കുന്ന 2 പേർ, അത്രേ ഉള്ളൂ. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ബോട്ട് റൈഡ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോയി. ഈ ഒരു ബോട്ട് റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്കോഴ്സ് നിങ്ങൾ നൈറ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട സംഭവമാണ്. ഫാമിലി ആൻഡ് ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് വരാൻ പറ്റുന്ന ഒരു സൂപ്പർ ആംബിയൻസ് ആയിരുന്നു കേട്ടോ. പാട്ടൊക്കെ കേട്ട് നല്ല ചില്ലായിട്ട് ഇക്കാക്കി നിച്ചൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾ ബോൾഗാട്ടി പാലസ് മൊത്തം ചുറ്റിക്കറങ്ങി വളരെ ഹാപ്പി ആയിട്ട് ഞങ്ങൾ പോകുന്ന വഴിക്ക് സ്കാൻഡി ഷോപ്പിൽ കയറി. പാവം നിച്ചുവിന് പനിയാട്ടോ. എന്നാൽ ഐസ്ക്രീമിന് ഒരു വിട്ടുവീഴ്ചയില്ല. അങ്ങനെ നിച്ചു ഓർഡർ ചെയ്തത് ഒരു ഫെറോറോ, ബ്ലൂബെറി യോഗേർട്ടും ഞാൻ സ്പാനിഷ് ഡിലൈറ്റും ആണ് ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ച് നമ്മുടെ മനസ്സൊക്കെ നല്ലപോലെ തണുത്തിരിക്കുന്ന സമയത്താണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത്. തിരിച്ചു പോകുന്ന വഴിക്ക് നല്ല അടിപൊളി തണുത്ത മഴയും കിട്ടി. ആർക്കും മഴ ഇഷ്ടമല്ലാത്തല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.